എന്താണ് ആട്ടക്കഥകൾ? ദൃശ്യകലാരൂപമായ കഥകളിയുടെ സാഹിത്യ രൂപത്തെയാണ് ആട്ടക്കഥകൾ എന്ന് പൊതുവെ പറയുന്നത്. അതായത് ഒരു സിനിമയ്ക്ക് കഥയും തിരക്കഥയും എങ്ങനെയാണോ അതുപോലെയാണ് കഥകളിക്ക് ആട്ടക്കഥ. അതായത് ഒരു കഥകളിക്ക് വേണ്ട കഥയും സംഭാഷണവും ഒക്കെ അടങ്ങുന്നതാണ് ഈ ആട്ടക്കഥ എന്ന് പറയുന്നത്. മലയാളത്തിലെ നിരവധി ആട്ടക്കഥകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും രംഗപ്രവേശനത്തിന് അല്ലെങ്കിൽ അവതരണത്തിന് അർഹമായിട്ടുള്ളത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതായത് കോട്ടയം കൃതികൾ എന്നറിയപ്പെടുന്ന ഭഗവതം, കിർമീരകവധം, കല്യാണ സൗഗന്ധികം, നിവാദ കവച, കാലകേയവധം എന്നിവയും ഉണ്ണായി വാര്യരുടെ നളചരിതവും കാർത്തിക തിരുനാൾ മഹാരാജാവിൻ്റെ രാജസൂയം, നരകാസുരവധം എന്നിവയും ഇരയിയമ്മൻ തമ്പിയുടെ ദക്ഷയാഗം, കീചകവധം, ഉത്തരാസ്വയംവരം എന്നിവയും പിന്നെ കിളിമാനൂർ കോയിത്തമ്പുരാൻ്റെ രാവണ വിജയവും ദുര്യോധനവധവും ഒക്കെയാണ് ഇത്തരത്തിൽ പ്രശസ്തമായ ആട്ടക്കഥകൾ. ഇവയൊക്കെ തന്നെയാണ് അന്ന് മുതൽ ഇന്ന് വരയ്ക്കും, അതായത് കഥകളിയുടെ ഉത്ഭവകാലം മുതൽ ഇന്ന് വരയ്ക്കും ആവർത്തിച്ച് അവതരിപ്പിക്കപ്പെടുന്ന ആട്ടക്കഥകൾ. അതുപോലെ തന്നെ ബാലിവധം, ലവണാസുരവധം, കിരാതം എന്നിവയൊക്കെ തന്നെ വലിയ രീതിയിൽ പ്രചാരമുള്ള ആട്ടക്കഥകളാണ്. ക്ഷേത്രങ്ങളുടെയും രാജകൊട്ടാരങ്ങളുടെയും ഒക്കെ സംരക്ഷണത്തിലായിരുന്നു കഥകളി എന്ന ദൃശ്യകലാരൂപം വികസിച്ചതും വളർച്ച പ്രാപിച്ചതുമൊക്കെ. പിന്നീട് കാലക്രമേണ രാജഭരണം അവസാനിച്ചതോടുകൂടിയിട്ട് കഥകളിക്ക് കഷ്ടകാലമായി തുടങ്ങി. പിന്നീട് അതിൽ നിന്നൊരു ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ ഒരു പുനർജന്മം എന്നൊക്കെ പറയുന്നത് വള്ളത്തോൾ കേരള കലാമണ്ഡലം സ്ഥാപിച്ചതോടു കൂടിയിട്ടായിരുന്നു. കേരള കലാമണ്ഡലത്തിലൂടെയായിരുന്നു കഥകളി വീണ്ടും വളർന്നു വന്നത്, വികസിച്ചതുമൊക്കെ.